ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മുഖം ഉൾപ്പെടെ ശരീരം മുഴുവനും നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു ബാത്തിങ് പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അത് ആദ്യമായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗോതമ്പിൻ്റെ മാവാണ് കേട്ടോ. രണ്ടാമതായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മസൂർ ഡാൽ ഉണ്ടല്ലോ, ഓറഞ്ച് കളർ പരിപ്പ്, അതിൻ്റെ പൗഡറാണ് രണ്ടാമത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം ഓരോരോ ടേബിൾ സ്പൂൺ ആയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡർ ബ്രൂ കോഫി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാന്നാണെങ്കിൽ കയ്യിലുള്ള ഏത് കോഫി വേണമെങ്കിലും യൂസ് ചെയ്യുക. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതി. പിന്നെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ആയിരിക്കണം, അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളായിരിക്കണം. ഒരിക്കലും കറികളിൽ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പൗഡേഴ്സാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ നല്ലൊരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് ഈർപ്പം ഉള്ളിൽ കയറുന്ന രീതിയിൽ നനവുള്ള സ്പൂണോ അല്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ നമ്മളിടുമ്പോൾ ഈ പാത്രത്തിൽ ഒട്ടും തന്നെ നനവ് ഉണ്ടാവാൻ പാടില്ല. അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളിത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂണ് ഓട്സിൻ്റെ പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓട്സിൻ്റെ പൗഡറും കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക കേട്ടോ. പകരം നിങ്ങൾക്ക് കടലമാവ് വേണമെങ്കിൽ യൂസ് ചെയ്യുക. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കിട്ടണം. എന്നിട്ട് വേണം നമ്മൾ എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ ഇത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ നിങ്ങൾ സൂക്ഷിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ പോലെ ഈർപ്പുള്ള സ്ഥലത്ത് ഇത്, അതായത് ഇതിൽ വെള്ളം കയറുന്ന രീതിക്ക് നിങ്ങൾ ഇതൊരിക്കലും സൂക്ഷിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇതിൽ പൂപ്പ് വരും. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ മാറും. ഇത് നമ്മളിങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബോഡിയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് റോസ് വാട്ടറോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ എടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം, അതായത് 1 or 2 നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ഒരു സ്പൂണിലേക്ക് എടുക്കുക. സ്പൂണിലെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിലേക്ക് വെള്ളമൊന്നും കയറാൻ പാടില്ല. എടുത്തതിന് ശേഷം നിങ്ങൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബോഡി ഫുള്ള് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ അടച്ച് വെച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതി ഏതെങ്കിലും ഒരു സേഫായിട്ട് സ്ഥലത്ത്. എന്നിട്ട് ആവശ്യാനുസരണം ഇങ്ങനെയുള്ള ബൗളുകളിലേക്ക് മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ 1 or 2 ടേബിൾ സ്പൂൺ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് പാല് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതൊരു ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾക്കിത് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം. ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഒന്ന് ഡ്രൈ ആകുന്നത് വരെ നിങ്ങൾ ഫേസിലൊന്ന് വെക്കുക. അതിനുശേഷം കഴുകി കളയാനാണെങ്കിൽ നല്ലൊരു ഗ്ലോ, ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ കിട്ടാൻ സഹായിക്കുന്ന ഒരു പാക്കാണിത്. ഇനി നിങ്ങൾക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ പാല് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യുക. കുളിക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ നിങ്ങളിത് ബോഡിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കുളിക്കുക കേട്ടോ. കുളിക്കുമ്പോൾ സോപ്പ് ഉപയോഗിക്കാണ്ട് കുളിക്കാൻ ശ്രദ്ധിക്കാം. പയറ് പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കുളിക്കാം. സോപ്പ് ഉപയോഗിച്ചിട്ട് കുളിക്കാൻ കൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യാനാണെങ്കിൽ മുഖം ഉൾപ്പെടെ ശരീരം മുഴുവൻ നിങ്ങൾക്ക് നിറം വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മളെ കഴുത്തിൻ്റെ ഭാഗത്തിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള കറുപ്പെല്ലാം പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം ഇതേപോലെ ഒന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു 25-30 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. ഡ്രൈ ആയതിനു ശേഷം സാധാരണ വെള്ളത്തിൽ ഇത് കഴുകി കളഞ്ഞാൽ മതി. ഈ ഒരു പൗഡർ നിങ്ങൾക്ക് ബാത്തിങ് പൗഡറായിട്ടും അതേപോലെ തന്നെ ഫേസ് വാഷായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് ഒട്ടും തന്നെ മടി കൂടാണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഉറപ്പായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.